നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡോമോണസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് വ്ലോഗാണ്. ഇന്ന് സമയം രാവിലെ 8 മണിയായി. കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് 7:30 മുമ്പ് എണീറ്റാണ്. ശ്രുതി എണീറ്റിട്ട് വീണ്ടും പോയി കിടക്കുകയാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രാവിലെ എണീറ്റിട്ട് വീണ്ടും പോയി പുറച്ചുകൂടി കിടക്കും, ഫോണും കളിച്ചുകൊണ്ട് കിടക്കും. ഞാനിപ്പോൾ അവളുടെ അടുത്ത് ഫോൺ തട്ടിപ്പറിച്ച് വേണ്ടെന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീറ്റിട്ട്. ഇവിടുത്തെ രാവിലത്തെ ക്ലൈമറ്റ് വളരെ പെയ്തെന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നനഞ്ഞിരിക്കുന്ന എല്ലായിടത്തും. അപ്പോൾ തണുത്ത ക്ലൈമറ്റാണ് രാവിലത്തെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറയിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയൊക്കെ രാവിലെയൊക്കെ നല്ല തണുത്ത ക്ലൈമറ്റാണ്. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലൊക്കെ അടിക്കും. ഇനി രാവിലെ ഇതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് എന്തായിരിക്കും ഇന്നത്തെ പരിപാടി എന്നൊരു പിടിയില്ല. ഇന്ന് എങ്ങോട്ടും പോകണമെന്ന് വെച്ചാൽ ഇന്ന് എവിടെയും പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ എവിടെയും യാത്ര ചെയ്യാനൊന്നും പോകുന്നില്ല. നമുക്ക് ഒരു യാത്ര പോകാനുള്ള ബസ് ആവശ്യമില്ല. കയ്യില്ല, അതാണ് കാര്യം. പെട്ടിരിക്കുകയാണ്. എവിടെ പോകാനാണെങ്കിലും ബസ് ആശയൊക്കെ വേണം. നമ്മൾ സാധാരണ ബസ് ആശയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലായിടത്തും യാത്ര പോയി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബസ് ആശയം കഴിഞ്ഞില്ല. മാത്രമല്ല 24-ാം തീയതി ഗ്യാസ് എടുക്കാനാണ്. ഗ്യാസ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയപ്പോഴേക്കും 3,900 രൂപ ഫസ്റ്റ് അടയ്ക്കണം. അതല്ലെങ്കിൽ ഫുള്ളായിട്ടും ടോട്ടൽ 4,300 രൂപയാണ്. ഒന്നെങ്കിൽ 3,900 അടയ്ക്കാം, അതല്ലെങ്കിൽ 4,300 അടയ്ക്കാം. ഇത് 2,000 ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് 2 ഓപ്ഷനും കഴിഞ്ഞ് കാശില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പറ്റുള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. സാശം എന്തെങ്കിലും ഓപ്ഷൻ തുറന്നില്ലായിരിക്കും, വൈകിട്ടായിരിക്കും വിചാരിക്കുന്നു. കുറേ ആയിട്ട് നമുക്ക് അവസരത്തിൽ പണിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയൊക്കെ ആയിട്ട് റബ്ബർ വെട്ടാൻ ആ ചേട്ടൻ വന്നിട്ടേ ഇല്ല. കുറേ ആയിട്ട് പുള്ളിക്കിനി വയ്യാത്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ റബ്ബർ വെട്ടുമില്ല, പണിയുമില്ല, എല്ലാം കൂടെ പെട്ടിരിക്കുകയാണ്. ചിലവിനും കയ്യിൽ കാശില്ല, വണ്ടിക്കാശും കഴിയില്ലാത്ത അവസ്ഥയൊക്കെയാണ്. നമ്മൾ പെട്ട അവസ്ഥയായി ഇപ്പോൾ രാവിലെ തന്നെ. ഇനിയിപ്പോൾ ശ്രുതി എണീറ്റാണ് ഇതിലൊക്കെ ചെയ്യാൻ കട. ഇപ്പോൾ സാധാരണ പറ്റൊക്കെ വാങ്ങി നമുക്ക് തട്ടുമുട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ എങ്കിലും ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ ബസ് സ്റ്റേഷനും വേണ്ട കയ്യിൽ, അതാണ് പ്രശ്നം. നമ്മൾ കാണുന്നുണ്ട് ഗൈസ്, രാവിലെ എണീറ്റിട്ട് ഒരാൾ വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചും കൂടി ഞാൻ ഫാനൊക്കെ ഓഫാക്കി. ഇനി പതുക്കെ കുറച്ച് ചൂടാൻ വേണ്ടിയിട്ട് വന്നോളും. ഫാൻ ഇടുമ്പോൾ തണുത്തിട്ടാണ് ആളും മടി പിടിച്ചിരിക്കുക. ഉണർന്നിട്ടും വീണ്ടും കിടപ്പുണ്ട. ഇനി എണീറ്റ് വരുമ്പോൾ വരട്ടെ, നമുക്കെന്തെങ്കിലും പുറത്തിരിക്കാം. എൻ്റെ മെയിൻ പരിപാടി ഇനി കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരിക്കുകയെന്നാണ്. ഞാൻ ഈ ബുക്കാണ് വായിക്കുന്നത്. ബ്രേക്കിംഗ് ദ ഹാബിറ്റ്സ് ഓഫ് ബീയിങ് യുവർ സെൽഫ്, ഡോക്ടർ ജോൺ ഡെസ്പെറയുടെ ബുക്സാണ് വായിക്കുന്നത്. ഞാനിപ്പോൾ രാവിലത്തെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നേരം ബുക്കൊക്കെ ഇരുന്ന് വായിക്കിടാവുമ്പോഴേക്ക് തേങ്ങ എണീറ്റ് വന്നോളൂ. ശ്രുതി രാവിലത്തെ ഫുഡിനെ കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഒരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ച് പുട്ടായിരിക്കും വെച്ച് തേങ്ങ ഉണ്ട്. ഇപ്പം പുട്ടല്ല, ഒരട്ടിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ പേരുകൾ വെറൈറ്റി ആവണ്ടേ. എപ്പോഴും പുട്ടൊക്കെ ആർക്കാ ഇതാവാം അല്ലേ, എല്ലാവർക്കും ഒരു ചേഞ്ച് വേണ്ടേ. അതെ അതെ, മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അടുപ്പ് വെച്ചിട്ട് ശ്രുതി വിട്ടുന്നുണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ കേസ് ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു വിധത്തിനൊക്കെ കത്തും, എന്നിട്ട് ഒരട്ടി ഉണ്ടാക്കാം. അങ്ങനെ മീൻകറിയൊക്കെ ചൂടാക്കിയത് ഒരട്ടിയൊക്കെ ആയി കഴിച്ചു. ഫൈനൽ ഒരട്ടി നല്ല കടുമുടാന്ന് തിന്നാനുള്ളത്. അത് ശ്രുതിക്ക് കടുമുള തിന്നാളാണ്, അതുകൊണ്ട് അതാവട്ടെ, നമുക്കിത് കഴിക്കാം. ഫൈനലി ആദ്യം ഫുഡ് കഴിച്ചു തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് കറി ഇഷ്ടമല്ല. അങ്ങനെ ആർജ് കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? കറിയിൽ ഉള്ളുകളും കൂടെ ഉള്ളൂ, തീർന്നു. എങ്ങനെയുണ്ട്? പൊളിയല്ലേ ഗൈസ്? അങ്ങനെ ആജയ് ഞാനും കൂടി താഴെ വെള്ളം എടുക്കാൻ വേണ്ടി പോകണം. വെള്ളം എടുത്തിട്ട് വരാം, അല്ലേ ആജയ്? നമ്മൾ നടന്നു താഴെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് ഇത്ര ഇറങ്ങി കേട്ടാ, ഇത്ര ഇറങ്ങി വന്നു. കുടിക്കാനൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ അത്ര ആയി. സത്യം, ഇതിലും വലുതായിരുന്നു. തുണി നനച്ചിട്ട് 3 ദിവസമായി, ഇതുവരെ ഉണങ്ങിയിട്ടേ ഇല്ല. മഴയും അല്ലേ ആജെ? തുണി നനച്ചിട്ട് 3 ദിവസമായിരുന്നു, ഉണങ്ങിയിട്ടും ഇല്ല. നമ്മളവിടെ കണ്ടോ, ഫുള്ളും ക്ലൈമറ്റൊക്കെ പൊളിയാണ്. കണ്ട, വെയിലും ഇല്ല, മഴക്കാറുമാണ്. കണ്ട, ഫുള്ളും കോട ഇറങ്ങിയിരിക്കുക. വേണ്ട, അതാണ് അവസ്ഥ. ഫൈനലി ഗൈസ് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ആർജ് തളർന്നു വയ്ക്കോ പാവം. ആണോ? ഓക്കെ. എന്തോന്ന്
റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. വെള്ളം കൊണ്ടുവന്ന് റെസ്റ്റ്. ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തോണ്ട് ആർജ വെക്കാതെ എടുത്തോണ്ട് വന്നേന് പാവം. കിച്ചു വന്നിരിക്കാനും ദോശ. കിച്ചുമോനെ എവിടെ? ആ അതാണ്. ഇവിടെ കിട്ടും. അവന് എവിടെ പോയി സിമെന്റിലൊക്കെ മുങ്ങിയിട്ട് നിൽക്കും. ഫൈനലി സമയം ശ്രുതി സമയം ഇപ്പോൾ 2 മണിക്കായി. ശ്രുതി ഇപ്പോൾ വീടൊക്കെ മുറ്റൊക്കെ അടിച്ച് കൊടുത്തേക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇച്ചിരി വെയിൽ അടിക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് കുറച്ച് വെയിൽ ചെറുതായിട്ട് അടിക്കുന്നവരുണ്ട്. വലിയ വെയിലൊന്നുമില്ല, ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചൊരു ഇട്ടിട്ട് നമുക്ക് വേണം പോയി അതൊക്കെ കുളിക്കാനുണ്ട് പോയിട്ട്. അല്ലേ ശ്രുതി? കാരണം നമ്മൾ ഇന്നലെ ഓൾറെഡി യാത്ര ചെയ്ത് ഇന്നലെ കുളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയി അതൊക്കെ കുളിച്ച് ശരിയാവൂല. ഇപ്പോൾ അതൊക്കെ കുളിക്കണം. അപ്പോൾ അതിന് മുന്നോട്ട് അടിച്ചൊരു എടുത്തായിട്ട് പോകാൻ വെച്ചിട്ട് ശ്രുതി ഫ്രണ്ട് അടിച്ചൊരു എടുത്തേക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചൊരുത്തി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് പോയിട്ട് അതൊക്കെ കുളിക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരട്ടെ. നമ്മൾ ഡെയിലി അടിച്ചു വരാറുണ്ട്, വൈകിട്ട് അടിച്ചു വരാറുണ്ട്. സാധാരണ ഇത്ര നേരത്തെ അടിച്ചു വരാറുണ്ട്. ആവശ്യം ഇന്ന് നമ്മൾ തണുത്തൊരു ക്ലൈമറ്റ് ആയതിൻ്റെ പേരിൽ നമ്മൾ ഇച്ചിരി നേരത്തെ അടിച്ചു വരാം. അല്ലേ ശ്രുതി? ഇന്നൊരു തണുത്ത ക്ലൈമറ്റ് ആണല്ലേ, അതാകുമ്പോൾ ഇച്ചിരി നേരത്തെ അടിച്ചു വരുന്നത്. സാധാരണ നമ്മൾ അടിച്ചു വരുമ്പോൾ വൈകിട്ടൊരു 3-4 മണി കഴിയും. എന്നുവെച്ചാൽ നേരത്തെ അടിച്ചു വന്നിട്ട് നേരത്തെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം ഭയങ്കര തണുപ്പുള്ളതുകൊണ്ട് വലിയ വൈകിട്ട് പോകുമ്പോൾ കുളിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഒട്ടും പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ കുറച്ച് വെയിലടിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും തണുപ്പുണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്ത് കുളിച്ചിട്ട് വരാം. അതിനോടൊപ്പം അതിനുവേണ്ടി നേരത്തെ അടിച്ചൊരു വൃത്തിയാക്കണം നമ്മളിപ്പോൾ. ഇനി ഇവിടെയൊക്കെ അടിച്ചൊരു വൃത്തിയാക്കാണ്ട് ഇതൊക്കെ വൃത്തിയായിട്ട് നമുക്ക് പോകാനായിട്ട്. സൂര്യത്തെ പുല്ല് കൂടി പറിച്ച് വൃത്തിയാക്കാണ് കേസ്. കാരണം പുല്ല് പറിച്ചില്ലെങ്കിൽ കാടുകൊണ്ട് ഒരുപാട് കയറി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ പാമ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. പിന്നെ അതൊക്കെ വരാൻ ചാൻസ് പറ്റി കൂടുതലാണ്. വലിയ ഒന്നാമത് ഫുള്ളും കാടാണ്. നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ളും കാടാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ പറിച്ച് വന്നതിന് ശരിയാവില്ല. അല്ലേ ശ്രുതി? അതൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പറിക്കാറുണ്ട്, ഒരുപാടല്ല. പെട്ടെന്ന് മുളച്ച് വരും. നമ്മൾ കുറച്ച് പറിച്ചാലും പെട്ടെന്ന് വരും. 2 ദിവസം മുമ്പ് വൃത്തിയാക്കാണ്ട്. പക്ഷേ ഇത്രയും ഫാസ്റ്റ് മുടി പോലും വളരാറില്ല. ശ്രുതി വന്ന സത്യമാണ്, മുടി പോലും വളരാറില്ല. ഇവിടുത്തെ ഇത്രയും ഭാഗം കുറച്ചുകൂടി വൃത്തിയായിട്ട് നമ്മൾ കുളിക്കാൻ പോകുന്നതായിരിക്കും. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. സാധനമൊക്കെ എടുത്ത് വെക്കാം, കുളിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാം, തുണിയൊക്കെ എടുത്ത് വെക്കാം, വെള്ളം കൊണ്ടാൻ വേണ്ടി കുപ്പിയൊക്കെ എടുത്ത് വെക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ കൈസ് നമ്മൾ ഇത്രയും എഴുത്ത പുല്ലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പക്ഷേ ശ്രുതി എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങോട്ട് ഒരുപാട് കാടാണ്. അങ്ങോട്ടിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ. അങ്ങോട്ടും എടുത്തില്ല. ശ്രുതി ദേവിയുടെ ഫ്രണ്ടിൽ ബാക്കിയും കൂടി പറിക്കുകയാണ്. ഇത് നമ്മുടെ മുളക് തൈയാണ്. ഇതിനകത്ത് ഇപ്പോൾ വളർച്ചയില്ല. മുളകിന് എന്താ അറിയുന്നൂടാ, മുരടിച്ചു പോയി. പക്ഷേ നമ്മുടെ ചീര അടിപൊളിയായിട്ട് വളർന്നു. അത് അടിപൊളിയായിട്ട് വളർന്ന് പൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ചീര നടന്നിട്ടുണ്ട്. ചീര നമ്മൾ കളയുന്നില്ല. കാരണം നമുക്ക് ചീര ഇങ്ങനെ ഇടയ്ക്ക് ആവശ്യമുള്ളതാണ്. തോരൻ വെക്കാൻ എല്ലാത്തും. അല്ലേ ശ്രുതി? മുട്ടയൊക്കെ ഉപയോഗിച്ച് ഒന്ന് തോരൻ വെച്ച് ചിക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ ആ ചീര കളയൂല. ആ ചീര നമ്മൾ സേഫായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതിന് കാട് വളർന്നു ശ്രുതി പറഞ്ഞത്. നോക്കാം. പിന്നെ ഒരു സാധനം ഇവിടെ ഉണ്ട്, വയനയില. വയനയില ഇവിടെ വളർന്നിട്ടുണ്ട്. ഇത് വയനയിലയാണ് ശ്രുതി? ഇത് എന്തിനാണ്? ഇത് പ്ലാവാണോ? പ്ലാവ് ഇത്ര ചെറുതോ? ഇല്ലല്ലോ, എന്തൊരു ചെറിയ ചെടിയാണ് കേസ്. ഇവിടെ ഒരു വയനീല ഉണ്ടായിരുന്നില്ല. എന്ത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു വയനീല ഉണ്ട് കേസ്. നമുക്ക് ചെറിയൊരു തൈ അതാണ് ഇപ്പോൾ കാണിച്ചിരുന്നു. അത് നമ്മുടെ ചെറിയൊരു വയനീല ഇവിടെ ഉണ്ട്. നമ്മൾ ഈ പ്ലാവ് നിർത്താൻ നോക്കണതാണ്. പക്ഷേ ആ പ്ലാവിൻ്റെ മുകളിൽ കൂടെ പാവൽ പടർന്നിട്ട് ഇതായിട്ടുണ്ട്. ഈ പാവലിനടുത്ത് മാറ്റിടണം വെയിറ്റ്. അപ്പോൾ അത്ര ഏരിയ നമ്മൾ പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചോരി കഴിഞ്ഞാൽ ആ ഏരിയ വൃത്തിയാവും. എന്നിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. വെള്ളം ഇനി എടുക്കാമല്ലോ, വെള്ളം നമ്മൾ എടുത്തു ഓൾറെഡി. ഇല്ലേ? ഈ കുപ്പി കളയാണോ? കളയല്ലേ, മറ്റേ ഇത് എടുത്തിട്ട് പോകൂലേ? എന്നാലും കളഞ്ഞ് ഇവിടെയൊക്കെ അടിച്ചൊരു വൃത്തിയാക്കണം. ഇത്രയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കിനി കുളിക്കാനൊക്കെ പോകാം. നമ്മുടെ ചീര കൊണ്ട് പിടിക്കുന്നത്, ചീര പിടിച്ചാലും മുളക് കൊണ്ട് പിടിച്ച് പച്ച പിടിക്കുന്നില്ല. അതെന്താ അറിഞ്ഞുകൂടാ. അന്ന് പച്ച പിടിച്ച അടിപൊളിയാവും. പക്ഷെ പച്ച പിടിക്കും. നോക്കാം. ശ്രുതി പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇച്ചിരി മുകളിൽ നിന്ന് അടിച്ചോദിക്കോ. ഈ മറുകണ കഴിച്ച് നമ്മുടെ കക്കൂസ്, നമ്മുടെ ബാത്റൂം, നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെയാണ്. അതാണ് ബാത്റൂം വൃത്തിയാക്കാൻ സുഖത്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ കക്കൂസും വൃത്തിയാക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് അടിച്ചോരി എടുത്തിട്ടുണ്ട്. അടിച്ചോരി താഴത്തിറക്കി കഴിഞ്ഞാൽ കക്കൂസ് വൃത്തിയാക്കി ചെയ്യും. പിന്നെ ബാത്റൂമിൻ്റെ വീട് കഴിഞ്ഞു. പക്ഷേ ഈ ബാത്റൂമിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. കാരണം നമുക്ക് ഷീറ്റ് തേഞ്ഞില്ല. ബാക്കിയുള്ള ഷീറ്റ് ഇവിടെ ഫ്രണ്ട് ഇങ്ങനെ ഇട്ട് ഫ്രണ്ട് മറവാൻ വേണ്ടി
പക്ഷേ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ക്രോസ് ചെയ്തൊക്കെ ലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല ഗൈസ്. കാരണം അതിനുള്ള കയർ തേഞ്ഞില്ല. പിന്നെ അഡ്ജസ്റ്റ് വെച്ച് അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കയർ നമുക്ക് അഴയുടെ കയറാണ്. ഈ അഴയില്ലെങ്കിൽ ശരിയാവും. അതുകൊണ്ട് അഴ നമ്മൾ നിർത്തി അവിടെ. അപ്പോൾ നമ്മുടെ മീൻകറി ചട്ടി പഠിച്ചു ഗൈസ്. ചട്ടി പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ആപ്പാടെ ഈ ചെറിയ പാത്രത്തിൽ കിട്ടിയ മീൻകറിയാണ്. ഇതിന് രാത്രിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നാളത്തേക്ക് നാളത്തേക്ക് ഇനി വേറെ ഒന്ന് സെറ്റാക്കണം. ഇന്ന് രാത്രിക്കുള്ള ആയി കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വൃത്തിക്ക് വൃത്തിയാക്കണം. ആ ഒരു പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് അതാണ് ഞാൻ പരിപാടി. ശ്രുതി എന്താണ് വെള്ളം വേണോ? എന്തിനാണ് മൂത്രം പറഞ്ഞ നമുക്ക് ഫീൽ ചെയ്യില്ല. അടിപൊളി. ഞാൻ വീഡിയോ പോസ്റ്റ് വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. 4:10 നമ്മൾ പരിപാടി തീർക്കണം. ഫാസ്റ്റായിട്ട് അടി കുടിക്കണം. സമയം 3:10 തന്നെ സുധീ പാത്രം കൈക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അടുത്ത മീൻകറിയുടെ ഞാൻ പറഞ്ഞായിരുന്നു വയസ്സ് വീഡിയോ കണ്ടു. വീഡിയോ പ്ലേ ആയി അറിഞ്ഞുകൂടാ. മീൻകറി മടിച്ച ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കിണ്ണത്തിലാക്കിയിട്ടുണ്ട്. അത് രാത്രിയുള്ള മീൻകറി തീരുന്നു. ഇപ്പം നാളത്തേക്ക് നമ്മൾ വേറെ ഓർഡർ സെറ്റാക്കണം. ഡേ നോക്കാം. ഇനിയാണ് നമ്മൾ വീട് വൃത്തിയാക്കാൻ പോകുന്നത്. മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് സാധാരണ എല്ലാവരും വീട് വൃത്തിയായിട്ടാണ് മുട്ടടിച്ചോളാം. നമ്മൾ പക്ഷെ തിരിച്ചാണ്. എന്താ സുധി? സാധാരണ എല്ലാവരും വീട് അടിച്ചിട്ടാണ് മുട്ടടിച്ചിട്ടാറ്. പക്ഷെ നമ്മൾ തിരിച്ചാണ്. അത് അധികം വേസ്റ്റ് ഇല്ലെങ്കിലും ജസ്റ്റ് ചേർന്ന് അടിച്ചൊരു പൊടി മാത്രമേ കളയാനുള്ളൂ. അങ്ങനെ അടിച്ചു വന്നിട്ട് കിച്ചുവിൻ്റെ ഫുഡ് കഴിച്ചിട്ടാണ് ഫുഡായിട്ടു. വരട്ടെ. സുധിപ്പോൾ വീട് അടിച്ചു വരാണ്. ഇനി പാകം കൂടി അടിച്ചു തരണം. ഇവിടെ നമ്മൾ പച്ചക്കറി വെക്കുന്ന റൂം. ഇവിടെ വേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ എലി ഒരുപാട് നമ്മൾ ശല്യം ചെയ്യുന്നുണ്ട്. അവിടെ എലിക്ക് വിഷമഹാനുള്ള പ്ലാൻ ചെയ്യണം. കുറേ ആയിട്ട് ഇവിടെ എലി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറി സ്പോട്ടിലൊക്കെ എലി വന്നിട്ട് എലി വന്നു തുടങ്ങി. നേരത്തെ എലി വന്നു തുടങ്ങുമായിരുന്നു. ഇപ്പോൾ എലി വന്നു തുടങ്ങി. എലി ഇവിടെ നാളെ തിന്നു കൊടുത്ത് അപ്പോൾ നമ്മൾ എലിയെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്യണം. അതിൻ്റെ ശരിയാവില്ല. പക്ഷെ എന്തായാലും എലി വിഷമഹാനുള്ള കാശിന് കഴിയില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും വേണ്ട. ഇങ്ങനെ എലി വിഷം വാങ്ങി വിട്ടുള്ളൂ. വേറെ വഴിയില്ല. ആണ് മെയിൻ പ്രശ്നം. എന്താ തേങ്ങ നമ്മളെനിക്ക് വിഷം വെക്കും. കൺഫേം ഇടും. എലി എവിടെയും ചത്തെടുക്കും. പക്ഷെ ചത്തെടുക്കാൻ കുഴപ്പമില്ല. നമ്മൾ നാറിയാലും എടുത്ത് നിൽക്കാം. ഇവിടെ കിടന്ന് ചാവൂല. അത് ഉറപ്പാണ്. ഇവിടെ നിന്ന് എന്താണ് അതെ അതെ. അപ്പോൾ ഇവിടെ നിൽക്കാറുള്ള അപ്പോൾ പുറത്തോടെയാണ് തോഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുടുംബക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കൂല. അതുകൊണ്ട് വിഷമശാലം പേടിക്കുന്ന ആവശ്യമില്ല. പുറത്തോടെ പോയി ചത്തോളും അല്ലേ? അപ്പോൾ അതുകൊണ്ട് സേഫാണ്. നമ്മൾ ചെറിയൊരു കൊലിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി വെക്കാണ്. അപ്പോൾ അതാണ് കെട്ടിപ്പൊതിഞ്ഞ് വെക്കണത്. എന്നിട്ട് വേണം താഴെ ചന്ദനത്തിരി കത്തിച്ചതിന് മുകളിലേക്ക് പുക വരുന്ന പോലെ വെക്കാൻ. വരാം. ക്യാമറ അവിടെ ഹോൾഡ് ചെയ്ത് സ്റ്റാൻഡിൻ്റെ കേസ് നമുക്ക് സ്റ്റാൻഡ് വാങ്ങാം. ഇനി ഇവിടെ കൂടെ അടിച്ച് വൃത്തിയാക്കാണ്ട് ഇവിടെ കൂടെ അടിച്ച് വൃത്തിയായിട്ട് വേണം നമുക്ക് വേസ്റ്റൊക്കെ പെറുക്കളാണ്ട് കുളിക്കാൻ വേണ്ടി പോകാനായിട്ട്. ആ ജനൽ നമ്മൾ കിടക്കുന്ന റൂമിലുണ്ടായിരുന്ന ജനലുടെ ചില്ലാണ് അല്ലേ ശ്രുതി? പക്ഷെ ആ ജനൽ ഊരിപ്പോയ ശേഷം ചില്ലിവിടെ ഭദ്രമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ആ കിടത്തേക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഇപ്പൊ കിടത്തേക്കണത്? ചില്ലിൻ്റെ കൊണ്ടേക്കാ. ഇപ്പോൾ ശ്രുതി പച്ചക്കറി അങ്ങോട്ടാക്കാനുള്ള പ്ലാനിലാണ്. നോക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ വലിച്ച് ചെയ്യട്ടെ. പുതിയതായത് ആയിക്കോട്ടെ. ഫൈനലി ഏറ്റവും വലിയ ടാസ്ക് അലക്കി കുളിക്കൽ. ആ പടിയിലേക്ക് പോവാണ്. വെള്ളം എടുക്കേണ്ട ഭാഗ്യം. രാവിലെ വെള്ളം എടുത്തുകൊണ്ടൊന്നും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വെള്ളം എടുത്ത് നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ശ്രുതി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിലെ ഏറ്റവും വലിയ ടാസ്കായ പരിപാടിയിൽ ഒന്നാണ് അലക്കി കുളിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അലക്കി കുളിക്കുന്നത് അവിടെ ഓപ്പൺ ആയിട്ടാണ് കേസ്. അതാണ് പ്രശ്നം. വേറെ പ്രശ്നം നമ്മൾ ഒരാൾ കുളിക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണം. ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും എവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ അല്ലേ ശ്രുതി? അങ്ങനത്തെ ഒരു വലിയ ടാസ്ക് പിടിച്ച് മണ്ണാണ് അടിച്ചൊരു വൃത്തിയായിട്ട്.
വീട് തലയെക്കൊണ്ട് ഇടിഞ്ഞ് വീട് താമസിച്ചത്. അതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് മാറണം. ആണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ദൈവം എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണിച്ചിരുന്നു വിശ്വസിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ. എല്ലാവരും വിശ്വാസം തന്നെ എൻ്റെ ശ്രുതി. വിശ്വാസമാണല്ലോ ലൈഫിലെല്ലാം. അപ്പോൾ നമ്മൾ ഇവിടെ കുടിക്കാൻ വേണ്ടി പോകുന്ന താഴെ ശ്രുതി അതൊക്കെ കുടിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിരിക്കണം. ആരെങ്കിലും ഇവിടെ നിന്ന് നോക്കുന്നു. നോക്കൂ ഗൈസ്, വെളിച്ചം വരുന്നത് സമയം 2 മണി കഴിഞ്ഞ്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് ഇവിടെ 2:30 സമയത്താണ്. നമ്മൾ അടിച്ചേരി കൊണ്ട സമയത്ത് സൂര്യൻ ഉദിക്കണേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാർമേഘം കൊണ്ട് ഫുള്ള് മൂടലായിരുന്നു. ഇപ്പോഴും വല്ലാണ്ട് സൂര്യനൊന്നും ഇല്ല, എങ്കിലും തെളിഞ്ഞ്. അവിടെയൊക്കെ തെളിഞ്ഞു, പക്ഷെ ഇവിടെ തെളിഞ്ഞില്ല അല്ലേ. ഇവിടെയൊക്കെ ഫുള്ളും ഇപ്പോഴും ഇട്ട് തന്നെ നോക്കി. ഇവിടുത്തെ തെളിച്ചില്ലായ്മയും അവിടെയൊക്കെ എനിക്ക് തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയും കണ്ടു ഗൈസ്. ഇവിടുത്തെ പ്രത്യേകത എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ക്ലൈമറ്റ്. അപ്പോൾ ഫസ്റ്റ് ശ്രുതി കുളിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ശ്രുതി കുളിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് നമുക്ക് മോളിൽ പോവാം. വെള്ളമൊന്നും എടുക്കണ്ട, ഭാഗ്യം വെള്ളം രാവിലെ എടുത്തത്. അത്രയും പണി കുറഞ്ഞു. എലി സോപ്പ് അതാണ് ഇവിടെ എലിയുണ്ട്. എല്ലായിടത്തും എലിയാണ്. എലിയെ കൊണ്ട് ശല്യമാണ്. എലിനെ എലിനെ മിക്കവാറും നമ്മൾ വിഷം വെക്കുന്നതായിരിക്കും താമസിയാതെ. വിഷം വാങ്ങാനുള്ള കാശിലുണ്ടാക്കിയിട്ട് എനിക്ക് വിഷം വെക്കണം. അല്ലേ ശ്രുതി? അപ്പൊ കുളിയെ കഴിഞ്ഞ് ആർജത്തെ ബാക്കിൽ പറഞ്ഞ് നമ്മൾ കുട്ടേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. അയ്യവാ, ഇപ്പോഴാണ് ഇച്ചിരി വെയിൽ കാണുന്നത്. പ്ലാനിങ് ഒക്കെ ഉണ്ട്. വാ. അപ്പോൾ ഗൈസ് നമ്മളെ കാണാൻ സേവാഭാരതിയിൽ നിന്നും അല്ലേ ആൾ വരുന്നുണ്ട്. മെഡിസിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. വീട്ടിൽ വന്നപ്പോൾ എന്തൊരു മണക്കുന്നില്ലേ? അല്ലേ അടിപൊളി സ്മെല്ല് ഗൈസ്. പുകയെല്ലാം വേറെ വഴി പോകണം. പിന്നെ കൈസ് നമ്മളെല്ലാം കൂടി പരുത്തിക്കുഴി താഴെ പോകണം, കടയിൽ പോകണം. നമ്മൾ മിക്ക ദിവസം പരുത്തിക്കുഴി പോകാറുണ്ട് അല്ലേ. വീട്ടിൽ വെറുതെ നിന്ന് ബോറടിക്കുമ്പോൾ നമ്മൾ ഡെയിമൻ ലൈഫിൽ മിക്ക ദിവസം ഉള്ള ഒരു സംഭവമാണ് പരുത്തിക്കുഴി പോക്ക്. കാരണം കുറച്ചൊക്കെ മനുഷ്യരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഇവിടെ ആരെയും കാണാൻ അടഞ്ഞിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ തന്നെയാണ് കൈസ്. നമുക്ക് വല്ലപ്പോഴൊക്കെ ട്രക്കിങ്ങിനൊക്കെ വല്ല കാട്ടിലൊക്കെ പോയിട്ട് ടെൻ്റ് അടിച്ചൊരു 3 ദിവസം 4 ദിവസം നിൽക്കുന്ന പോലെയല്ല ഒരു വർഷമൊക്കെ ഇവിടെ നിൽക്കണത് അല്ലേ. നമ്മൾ 1 വർഷത്തിൽ കൂടുതലായി ഇവിടെ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ അടുപ്പിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നിൽക്കാറില്ല. നിൽക്കുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരാഴ്ച കൂടി കൊച്ചി പോവും. പക്ഷെ ഇപ്പൊ നമ്മൾ 1 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ നിൽപ്പാണ്. അപ്പൊ അടഞ്ഞ് നിൽപ്പാണ്. 1.5 വർഷമായി ഗൈസ്. ഒന്നും കിട്ടിയില്ല. ലോൺ കിട്ടാൻ വേണ്ടി ജോലി തെറിച്ചു. അതെ, ജോലി തെറിച്ചു. പിന്നെ ലോൺ കിട്ടുന്ന പ്രതീക്ഷ അതിനുവേണ്ടി ഓടി, പക്ഷെ ലോൺ കിട്ടിയില്ല. അതും കോപ്പി അടിച്ചു പോയി. എല്ലാം മൂഞ്ചസ്തിയാണ് അവസ്ഥയാണ്. ഇവിടുത്തെ വേറെ പ്രശ്നം. അതെ, സൈക്കിളൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് പോവാം. നമ്മൾ താഴെ പരുത്തിക്കുഴി പോവാണ്. പിന്നെ നമ്മള് പച്ച പിടിക്കാൻ ഇവിടെ പോകാനല്ലോ കേസ്. ഉറപ്പായിട്ട് നമുക്ക് നല്ലാലും വരാതെ ദൈവം ഇവിടെ കൂടെ കളയാനാണ് നമ്മളെ അല്ലേ. എപ്പോഴും കാശ് വരുമോ? നമുക്ക് ശരിക്കും കാശില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നമ്മൾ രാജാവാണ് അല്ലേ. ശ്രുതിനെ ഓടാതിരിക്കൂല, ശ്രുതി പറക്കും. അപ്പൊ അതാണ് വേറെ പ്രത്യേകത. ഇവിടെ നമ്മൾ ഈ കാട് വഴി ഇറങ്ങി പോകണ ടാസ്ക് കുടിച്ച് പരിപാടിയാണ്. നമ്മൾ എന്തായാലും കാശ് ഉണ്ടാക്കിയിരിക്കും കേസ്. നമ്മുടെ ബുദ്ധിമുട്ട് മാറാൻ നമ്മൾ നോക്കിയോ. ക്യാഷ് 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 ക്യാഷ്. ചിലപ്പോൾ ഇന്ന് രാത്രി കുളിച്ചപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ നാളത്തെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ മറ്റാളത്തെ കൂടെ ഉണ്ടാവും. എത്ര ദിവസം എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ അക്കൗണ്ട് കാശ് വരും, അത് ഉറപ്പാണ്. നമ്മൾ കാശ് ഉണ്ടാക്കിയിരിക്കും. വിറക് എടുക്കണം ശ്രുതി, കുറേ ദിവസം കാണാറുണ്ട് സത്താ. അപ്പോൾ നമ്മൾ എന്തായാലും നോക്കാം, നമുക്ക് അതൊക്കെ പോവാം. ശ്രുതി ഓടുകയാണ്. തേങ്ങ വെയിറ്റ് ചെയ്യുന്ന തേങ്ങ കാക്കയെ പോലെ പറക്കാൻ ശ്രമിക്കണം. പറന്നോ എൻ്റെ എടി. ഇതെന്നെ എൻ്റെ നിക്കറല്ലേടി. നിങ്ങൾക്കൊക്കെ വെള്ളത്തിന് ശബ്ദം കേൾക്കണ്ടോ കേസ്?
ഇവിടെയൊക്കെ പാറ വരുന്ന ശബ്ദമാണ്. ശ്രുതി ഓരോ കോപ്രായം കാണിച്ച് വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീഡിയോ എടുത്ത് കിട്ടും ആ കോപ്രായങ്ങൾ. അതാണ് ഞാൻ കേട്ടെടുത്തപ്പോൾ ശ്രുതി കളിച്ച് തന്നെ കണ്ടത്. നമ്മളിത് വെള്ളച്ചാട്ടം നമ്മുടെ സാധനം. അതെ അതെ, ശ്രുതിയുടെ ഫാഷൻ ഷോ ആയിരുന്നു നമ്മളിനി പഠിപ്പിക്കാം. ആ അതെ, ശ്രുതി ഫാഷൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. അത് പറ്റിപ്പായിരുന്നു എൻ്റെ ശ്രുതി, ഇവിടെ ആയപ്പോഴായിരുന്നു. ആ അതെ അതെ, അത് ഉടായിപ്പായിരുന്നു ശരി. ആ അത് ഉടായിപ്പായിരുന്നത്, അത് പെണ്ണുങ്ങോ ശരിക്കളോ മതി. നമ്മളത് വന്ന് കുളത്തിനടുത്ത് സൂചിച്ചിരുന്നു. അവിടെ ചേച്ചി ഒരു ആൻറ്റിയുടെ സന്തോഷിപ്പായിരുന്നു. ആ ചേച്ചിയാണ്, ചേച്ചിയുടെ സന്തോഷിപ്പായിരുന്നു. ആ ശ്രുതിയുടെ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ചേച്ചിയാണ്. അപ്പോൾ നടന്ന് നോക്കി പോകണം. ചേച്ചിയല്ലേ, നാത്തൂനല്ലത്. ബന്ധം പറഞ്ഞപ്പോൾ നാത്തൂനും ചേച്ചി അങ്ങനൊന്നും അല്ലേ? ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ നാത്തൂൻ. ആ നമുക്ക് പോവാം. ആ നിന്റെ ചേട്ടത്തി തന്നെ, സുധീരെ ചേട്ടത്തി. ആ ചേച്ചി എന്ന് പറയാൻ അതന്നെ, എന്തിനൊക്കെ വിളിക്കും ഇനിയിപ്പോൾ നടക്ക്. നമ്മൾ നടന്ന് പോകണം. അടുത്ത് എത്തറായി. അങ്ങനെ ഫൈനൽ കേസ് നമ്മൾ പറ്റിപ്പോയിട്ട്. ആ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. വെരി നൈസ്. കറ്റിക്കുഴിയിൽ എല്ലാവരും വരുന്നതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഷട്ടിൽ അടിക്കാൻ ഞാൻ പോവും. അപ്പോൾ ഗൈസ് എലിവേഷൻ കിട്ടിയില്ല. അപ്പോൾ ശ്രുതി ചാമ്പ നോക്കിയേക്കാം. അതിന് അവളെ ചാമ്പ മുകളിലുണ്ടല്ലോ. പിന്നെ എന്താ ശ്രുതി ചാമ്പ നോക്കിക്കോ. മുകളിൽ ചാമ്പ ഓൾറെഡി ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചപ്പറ്റി കുറെ തിന്നാണല്ലോ. പിന്നെ എന്താണ് വേണ്ട നോട്ട്. ആ ഇവിടെയും പുഴുവൊക്കെ തന്നെ ആയിരിക്കും. പുഴു എല്ലായിടത്തും ഉണ്ടാവും. നമ്മളിപ്പോൾ വാങ്ങാൻ പറഞ്ഞ സാധനം 20 ലക്ഷമാണ്. പക്ഷേ ഇപ്പോൾ സാളൊക്കെ വാങ്ങിച്ച് 500 മറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പറ്റു കൂടാൻ നോക്കണം. പറ്റു കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കാശടച്ചാലും പെട്ട അവസ്ഥയും മാറും. എങ്ങനെയൊക്കെ പറ്റ് കുറയ്ക്കാനുള്ള പ്ലാൻ ചെയ്യണം. ഇനിയിപ്പോൾ രാത്രിക്കുള്ള ഫുഡ് സെറ്റാണ്. മുട്ട ഓംലേറ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്തത്. ബ്രെഡ് ഓംലേറ്റ് അടിക്കാനാണ് പ്ലാൻ ചെയ്തത്. നോക്കാം, നമുക്ക് പോയിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ മല കയറുകയാണ് ഗൈസ്. മല കയറ്റമാണ്. ഇനി മല കയറി മടുക്കും. ഇപ്പോൾ തന്നെ കിതച്ച് തളർന്നു. ഇവിടെയൊക്കെ പാറ വിട്ടിട്ട് വെള്ളമാണ് ഈ പോകുന്ന സൈഡിൽ കൂടെ. അതിൻ്റെ ശതമാനം നിങ്ങൾ ഈ കേൾക്കുന്നത്. ആറ്റിനോട് വീണ്ടും ആരോ മലയൊക്കെ വരി തുടങ്ങി. പുതിയ കൂന വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ രീതി പറഞ്ഞ ശേഷം ഉണ്ടായിരുന്ന എല്ലാവരും വാരിക്കൊണ്ടതാണ്. ഇപ്പോൾ വീണ്ടും പുതിയതായിട്ട് ആരോ വാരി കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ രീതി കാണുമ്പോൾ അത് കുറേ നാളെ കാണാതാവും. അത് ഇവിടുത്തെ പ്രത്യേകത. എന്തിനാണെങ്കിലും മണ്ണൊക്കെ മാറി പ്രകൃതിയെ ഇതാക്കുന്നത്. നമുക്കത് നടക്കാം. എന്തിനാണ് നാട്ടുകാരെ കാണിക്കട്ടെ. നമ്മൾ നാട്ടുകാരെ അടുത്തിട്ട് എവിടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കള്ളമരവും നമ്മൾ പ്രശ്നക്കാരവും നമുക്കെതിരെ പ്രശ്നവും. പിന്നെ നാട്ടുകാർ ഫുള്ള് നമുക്കെതിരെ ആവും. വെറുതെ എന്തിനാണ് നമ്മൾ തിരിച്ച് കാടെത്തി ഗൈസ്. കാട്ടിക്കൂടെ നടന്ന് പോകണം. സൂക്ഷിച്ചോ, പാമ്പിൻ്റെ സെല്ലടിക്കുന്നു. നിനക്കടിച്ചായിരുന്നോ? ശ്രുതിക്കടിച്ചായിരുന്നു. എനിക്ക് പാമ്പിൻ്റെ സെല്ലടിക്കുന്നുണ്ട്. മൂർഖനുണ്ട് ആവശ്യത്തിന്. മൂർഖൻ ആര് പിടിച്ചോണ്ട് പോയി? കോപ്പാണ്. മൂർഖൻ ഇഷ്ടമുണ്ട്. എടി കഴിഞ്ഞ ദിവസം അവിടെ 10 വെച്ച് മൂർഖനാണ്. ആ ഉണ്ടായിരുന്ന രാജവന്മാരെയാണ് പിടിച്ചോണ്ടുപോയത്. ആ കോബ്രയുടെ ഇഷ്ടമുണ്ട്. കിങ് കോബ്രനെ പിടിച്ചോണ്ടുപോയത്. ശ്രുതിക്കത് ഓർമ്മയില്ല, പേര് അറിയാൻ പാടില്ല. പൊട്ടങ്ങണതാ. കുടിക്കണ സ്ഥലത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ മല കാരണം മുകളിലേക്ക് നോക്കുമ്പോൾ സങ്കടം വരും. മുകളിലേക്ക് താഴെ കിടന്നാൽ മതി. അത് കയറ്റം തീരുന്ന ഫീലാവില്ല, ബുദ്ധിമുട്ടാവും. ഈ പൊട്ടക്കിണറിൻ്റെ അടുത്തു നിന്നാണ്
രാജകുമാരി പിടിച്ചോണ്ട് പോയത് സുരേഷ്. ഈ കല്ലെടുക്കണമെന്ന് പിടിച്ചോണ്ട് പോയത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കെന്നാലിപ്പോൾ വീട്ടിൽ പോവും. ഇനി രാജകുമാരൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇപ്പം തന്നെ ചത്തു ഗൈസ്, നടന്ന് ചത്തു എന്ന് വേണം പറയാൻ. അല്ല ശ്രുതി, ഞാനും വിയർത്ത് കുളിച്ച് നാറി പോയി കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് ഫാൻ കാറ്റുകൊണ്ടിരിക്കട്ടെ. കറണ്ട് ഉണ്ട് എന്തായാലും, അതായിരിക്കും. കറണ്ട് പോയിട്ടില്ല. അവിടത്താണ്. അപ്പോൾ ഫൈനൽ ഗൈസ് നമ്മളൊരു കട്ടൻ ചായ ബിസ്ക്കറ്റും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അധികം മധുരം ഇടാത്ത കട്ടനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജയ്ക്ക് വേണ്ടിയിട്ടാണ് മധുരം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഡയറ്റിങ് ആയതുകൊണ്ട് ഓക്കെ അല്ലേ ചായയുടെ മധുരം. അപ്പോൾ എന്തായാലും അതാണ് മധുരത്തിൻ്റെ ആൾ ഞാനാണ്, എരിവിൻ്റെ ആൾ ആർജയാണ്. അതാണ് പ്രശ്നം. എനിവേ നോക്കാം, നമുക്ക് ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ. അതാണ്. അപ്പോൾ നമ്മൾ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഗൈസ്. നമുക്ക് രാത്രിക്ക് ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മൾ അതിനെ ബ്രെഡുമായിട്ട് വന്നത്. ഇപ്പോൾ ശ്രുതി ഓംലെറ്റ് ആവശ്യമായ സവാള ചോപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ, അരിയുണ്ടല്ലോ, അതിനുവേണ്ടിയാണ്. പിന്നെ അതേ കല്ല് വെച്ചിട്ട് അടുപ്പിൽ ബ്രെഡ് ഓംലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ ആയിട്ട് കാണാം ഗൈസ്. നമ്മുടെ കുക്കിംഗ് നടക്കട്ടെ. രാത്രി കുക്കിംഗ് സമയം ഏകദേശം 7:28. നമ്മൾ ഇന്ന് ലേറ്റായി പോയി. സാധാരണ ലേറ്റ് ആക്കാറില്ല, അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇന്ന് 7:28 സമയം. ഇനി ഭക്ഷണം കഴിയുമ്പോൾ 8 മണിയാകും തോന്നുന്നു. എന്നാലും ഒരു അരമണിക്കൂർ നമുക്ക് ഭക്ഷണം ഉണ്ടായിട്ട് കാണാൻ കഴിച്ചു. നമുക്ക് ശ്രുതി ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോപ്പിങ്ങിനായിട്ട് മീൻ പരിപാടി. ഇനി ഓംലെറ്റ് അടിക്കണം, പിന്നെ ബ്രെഡ് എടുത്ത് ചൂടാക്കണം. അല്ലേ ശ്രുതി? അതൊക്കെയാണ് പരിപാടി. എല്ലാം നമുക്ക് പിന്നെ കാണാം ഗൈസ്. ശ്രുതി എണീറ്റാണ്, പറ്റുന്നില്ല. സംഭവമായി ഗൈസ്, ചോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി കുക്കിംഗ് കാണാം. അത് ഏകദേശം ഇത്രയും ഓംലെറ്റ് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. 4 ഇനിയുണ്ടോ? ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലേ? ലാസ്റ്റ് സപ്പർ, ഫൈനൽ വൺ കഴിക്കാൻ വേണ്ടി പോകണം. അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രിക്കുള്ള ഫുഡ് സെറ്റാണ്. ഇനി നമുക്ക് ഫുഡൊന്നും വേറൊന്നും വേണ്ട, ബ്രെഡ് ഓംലെറ്റ് മാത്രം മതി. അല്ലേ ശ്രുതി? ഇതാണ് നമ്മുടെ രാത്രിയുടെ ഫുഡ്. വെച്ചോ, നീ ഒഴിച്ചോ കുറച്ച്. ലാസ്റ്റ് സപ്പർ കേട്ട് ഫുള്ള് സവാളയും പഠിച്ചിട്ട്. സവാള വേസ്റ്റ് ആക്കരുത്. സവാള അമൂല്യമാണ്, പാഴാക്കരുത്. അതാണ് ഞാൻ പ്രത്യേകത. നമ്മളെ അവസ്ഥയിലാണ് ഫുഡ് എപ്പോഴും അമൂല്യമാണ് എല്ലാ കാര്യത്തിലും. എൻ്റെ ശ്രുതി, എന്ത് ഫുഡായാലും. അത് ഇന്ന ഫുഡൊന്നുമില്ല, എല്ലാ ഫുഡും അങ്ങനെ തന്നെയാണ്. നമ്മൾ പാഴാക്കാറില്ല, വേസ്റ്റായി കളയാറുമില്ല. അതിലേക്കൊരു ബ്രെഡ് വെക്കാം. ശ്രുതി പക്കറ്റ് എടുത്ത് കൊടുക്കും. എനിക്കുണ്ടാക്കുമ്പോൾ ശ്രുതി എടുത്ത് കൊടുക്കും. ശ്രുതിക്കൂളാണ് ലാസ്റ്റ് വൺ. ശ്രുതിക്കൂളാണ് ശ്രുതി പറഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് മൊത്തത്തിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കഴിട്ട് വരും. അത് ഇവന്റെ കണ്ണ് കൊണ്ടത് കളയടാ പട്ടി. വൃത്തിയായിട്ടവൻ കണ്ണ് വെച്ച് എല്ലാം കോളായി. അതെന്റെ നിന്റെ കൊതിയാണ് നീ കണ്ണ് വെച്ച് മര്യാദക്ക് ഉണ്ടാക്കിയ സാധനം. അതിപ്പോ ആരെ പോലെയാണ്, അണ്ടൊരു അടകോട പോലെയൊക്കെ വന്നു. പാവാട കയറിയ പോലെ കുഴപ്പമില്ല. പാവാട ഇത് പാവാട എന്തല്ല ഷെഡിയാണെന്ന് തോന്നുന്നു. എന്തൊരവസ്ഥ നോക്കണേ. തിരിച്ചിട്. എന്താ എന്റെ ബ്രെഡ് വരെ കിളിഞ്ഞു പോയി. അല്ല 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 അത്രയും ബ്രെഡ് കിളിഞ്ഞു പോയി എന്ന് പറയുമ്പോ എന്തുവാ ഇങ്ങനെ. സ്ലോ ആയിട്ട് എന്റെ കണ്ടെന്നില്ല. നിന്റെ കുഴപ്പമാണ്, നിന്റെ കുക്കിങ്ങിന് കുഴപ്പമില്ല, അതായത് എന്റെ കുഴപ്പമില്ല. ഇനിയിപ്പോ എന്റെ കുക്കിങ്ങിനെ പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ, അതാണ് സത്യം. എടുക്കെടുക്ക് വാ പോവാ. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. തീയാണോ? അതങ്ങനെയാണ് ഗൈസ്. നമുക്ക് ആവശ്യത്തിന് അടുപ്പ് നമ്മുടെ ആളി കത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഗൈസ്. നീ എങ്ങനെയൊക്കെ തീ അണക്കി വിറക് വേസ്റ്റാക്കി തീർക്കാൻ പാടില്ല. ഗ്യാസ് വരുന്നതായിരിക്കും വിറക് ഇതേ ഉള്ളൂ.
അപ്പൊ ഫൈനലി കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ഡേ ഉള്ളൂ. നമ്മൾ ഡേന്ന് തീരുകയാണ്. എന്തെങ്കിലും മെഡിസിൻ കഴിച്ച് ഇനി കിടക്കാൻ വേണ്ടി പോവാണ്. ഇതിന് അതാണ് ഇപ്പോഴും പരിപാടി. വേറെ ഒരു പരിപാടിയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണം. ബ്ലോഗിൽ കാണിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? കാണിച്ചു. ഫുഡ് ഉണ്ടാക്കി വെച്ചത് കാണിച്ചു. റീലിൽ അപ്ഡേറ്റ് ഉണ്ട് ബ്ലോഗ് കഴിക്കുന്നത്. കാണിച്ചു. ഞാൻ ശ്രുതി കഴിക്കണം. ഞാൻ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എങ്കിൽ നമ്മൾ ഇന്ന് കണ്ട പോലെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചത് ഇന്ന് നമ്മുടെ ഫുഡ് ഇതായിരുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് പരുത്തിക്കുഴിയൊക്കെ പോയിട്ട് നിങ്ങളൊക്കെ കണ്ടണം. എന്നും പോവാൻ പറ്റൂല, എന്നാലും മാക്സിമം ഞങ്ങൾ പോവാറുണ്ട്. ഡിപ്രഷൻ അടിച്ച് ഇവിടെ ഇരിക്കണുണ്ട്. ഇവിടെ ഫുൾ ടൈം വരുമ്പോൾ മനുഷ്യരൊന്നും കാണാൻ അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കാട്ടിലെ അവസ്ഥയിൽ ജയിലിട്ട അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ താമസത്തിന് പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വ്ളോഗുമായിട്ട് കാണുന്നത്. ബൈ ഫ്രം RJ ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് അഭിപ്രായം രേഖപ്പെടുത്തുക. താഴെ നിന്നാളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാളെയും മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാ പേജൊക്കെ കയറി ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ മീറ്റപ്പ് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ളത് അങ്ങോട്ട് മെസ്സേജ് അയക്കാം. കമന്റിൽ നമ്പർ ചോദിക്കരുത് പ്ലീസ്. മെസ്സേജ് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കാം. അപ്പൊ നമ്പർ തരാം. അതായിട്ടും ബെസ്റ്റ്. കാരണം കമന്റ് മെസ്സേജ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിക് ആയി പോകും നമ്പർ. അതുകൊണ്ടാണ്. അപ്പൊ എങ്കിലും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.